ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു മന്തിയുടെ റെസിപ്പി കണ്ടു നോക്കാം. അതിനായി 2 കിലോ ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് നമുക്ക് ഓൾസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കനിലേക്കും ഓൾസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് 1/2 കപ്പ് കുരുമുളക്, 1/4 കപ്പ് മല്ലിപ്പൊടി, കുറച്ച് ഗ്രാമ്പു, പട്ട, കുറച്ച് പെരിഞ്ജീരകം, 2-3 വെളുത്തുള്ളിയുടെ അല്ലി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിച്ചപ്പ്, 1 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും ചെറുനാരങ്ങയുടെ 1 മുറിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. പിന്നീട് ഈ അരപ്പ് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കണം. മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം നമുക്ക് ഇതൊക്കെ തേച്ച് പിടിപ്പിക്കാം. ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മന്തിയാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇത് നമുക്ക് ഒരു 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചോറിനുള്ള അരി കുതിർത്ത് വെക്കാം. അതിനായി 1 കിലോ ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സെല്ല ബസ്മതി റൈസാണ്. ഇതിലേക്ക് ഇത് നല്ലവണ്ണം കഴുകി അരിയുടെ മുകളിലേക്ക് വരെ വെള്ളമൊഴിച്ച് കുതിരാൻ വെക്കാം. ചിക്കൻ 3/4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പില, കുറച്ച് പുതിനയില. പിന്നീട് ഞാനിതിലേക്ക് കുരുമുളക് മുഴുവൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ഉണക്ക ചെറുനാരങ്ങ ഇതുപോലെ കഷ്ണങ്ങളായി നുറുക്കിയെടുത്ത് ഇട്ടുകൊടുത്ത് ഇതൊക്കെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്ത് ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ബിരിയാണി ഇല ഇവയൊക്കെ ഇട്ട് കൊടുത്ത്
ഒരു ചെറുനാരങ്ങ ഉണക്ക് ചെറുനാരങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ച ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് 3/4 വേവാവുന്നത് വരെ വേവിച്ചെടുക്കാം. ഇവിടെ ചിക്കൻ മസാല വേവിക്കാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് ഓയിൽ എടുത്തു മാറ്റാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചോറൊക്കെ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മന്തി റെഡിയാക്കി എടുക്കാം. ചിക്കന് മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ചോറിട്ട് കൊടുക്കാം. 2 ലെയറായിട്ടാണ് ഞാൻ ചോറിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ കോരി മാറ്റിയ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കളർ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ പച്ചമുളക് കീറാതെ നമുക്ക് ഇതിന് മുകളിലേക്ക് കുത്തി കൊടുക്കാം. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ബാക്കി വന്ന ചോറും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കളറും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചിരട്ടയോ ചാർക്കോളോ കത്തിച്ച് അതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ മൂടി വെച്ച് നമുക്ക് ഈ റൈസും ചിക്കനൊക്കെ കുറച്ചും കൂടി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ സ്വാദിഷ്ടമായ മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക. ഇനി നമുക്കിത് ഈ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ചോറ് ചിക്കനിലുള്ള മസാലയുമായി യോജിപ്പിച്ചെടുക്കാം. ഇനി ചിക്കൻ ഇതിന് മുകളിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. വളരെ സ്വാദിഷ്ടമായ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.